കഴിഞ്ഞ 24-ാം തീയതി, അതായത് ഒരു 4 ദിവസം മുമ്പ്, ഇന്നേക്ക് 4 ദിവസം മുമ്പ്, ഒരു 26-കാരിയായ പെൺകുട്ടി തൂങ്ങി മരിച്ചു കിടക്കുന്ന രീതിയിൽ ഒരു ഇൻഡസ്ട്രിയൽ സ്ഥാപനത്തിൽ കാണപ്പെട്ടു. എലത്തൂരിലാണ്. അപ്പോൾ ആദ്യം ഒരു ഇനിഷ്യൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് വന്നത്. പക്ഷേ അന്വേഷണത്തിലെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. ഒരു വൃത്തികെട്ട മനസ്ഥിതിയുള്ള ഒരുത്തൻ, എൻ്റെ പേര് വൈശാഖൻ എന്നാണ്, നല്ല പേര്. അപ്പോൾ ആ സ്ഥാപനത്തിലെ എൻ്റെ ഉടമയോ അതുപോലെ ആരോ ആണ്, ആ നടത്തിപ്പുകാരനോ ആണ്. അവിടെ ഈ പെൺകുട്ടിയുമായിട്ട് ഇയാൾ ഒരു ചെറിയ അകന്ന ബന്ധം ഉള്ളതാണ് ഇയാൾക്ക്. 16 വയസ്സ് മുതൽ ആ പെൺകുട്ടിയെ ഇയാൾ ലൈംഗികമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. 16 വയസ്സ്. പോക്സോ ഒഫൻസാണ് നടത്തിക്കൊണ്ടിരുന്നു. അവസാനം ഇയാൾക്ക് ഭാര്യയും 2 കുട്ടികളും ഉള്ളവനാണ്. അങ്ങനെ നിരന്തരം അത് കഴിഞ്ഞ് അന്ന് വരെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, ഈ പെൺകുട്ടി ആവശ്യപ്പെട്ടു ഇതിനെ വിവാഹം കഴിക്കണമെന്ന്. കാരണം അത് ഇപ്പോൾ ഇത്രയും വർഷത്തെ ബന്ധമായി, അതിനെ നിരന്തരം ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാൾ. അതിന് വേറെ ബന്ധങ്ങളൊന്നുമില്ല. പക്ഷേ ഇയാൾക്ക് വേറെ ബന്ധങ്ങളുള്ളതായിട്ട്, മറ്റ് സ്ത്രീകളുമായിട്ട് ബന്ധമുള്ളതായിട്ട് ഈ പെൺകുട്ടി കണ്ടുപിടിക്കുന്നു. അങ്ങനെ അതിനെ സംബന്ധിച്ച് അവർ തമ്മിൽ പരസ്പരം വാക്പോരുകളൊക്കെ ഉണ്ടായി, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. എന്നാലും ഇയാൾക്ക് ഈ കുട്ടി ഉപയോഗത്തിന് വേണം. അങ്ങനെ അവസാനം അന്നേരം ഈ കുട്ടി നിർബന്ധമായിട്ട് പറഞ്ഞു അതിന് വിവാഹം കഴിക്കണം. അപ്പോൾ ഇവൻ പറയുന്നു, അതിന് നിന്നെ വിവാഹം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം എൻ്റെ ഭാര്യയുണ്ട്, 2 മക്കളുമുണ്ട്, അപ്പം അതൊരു ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നു. അപ്പോൾ അത് പറഞ്ഞു, ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ബന്ധത്തിനില്ല, ഞാനിത് വീട്ടിൽ പറയും, ഇതുവരെ എന്നെ ഇങ്ങനെ ചെയ്തേക്കുന്നതെല്ലാം ഞാൻ പറയും, പുറത്ത് പറയും എന്നായി. അപ്പോൾ തന്ത്രപൂർവം ഇതിനെ കൊലപ്പെടുത്താനുള്ള അറേഞ്ച്മെൻ്റ് എല്ലാം ശരിയാക്കുകയാണ് ഇയാൾ. വളരെ വലിയൊരു ക്രിമിനലാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യത്തില്ല ആരും. സാധാരണ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനെ വിളിച്ചു വരുത്തിയിട്ട് ഇതിനെ കൊല്ലുകയും വേണം, അത് ആത്മഹത്യയായിട്ട് മാറണം. അതിനുള്ള മാർഗങ്ങളെല്ലാം ഒപ്പിച്ചു വെച്ചു. ഉറക്ക ഗുളിക വാങ്ങി വെച്ചു. ഉറക്ക ഗുളികകൾ വാങ്ങി വെച്ചു. സ്ലീപ്പിംഗ് പിൽസ് വാങ്ങി വെച്ചു. ഈ കുട്ടിയെ നേരെ അവിടുന്ന് വിളിച്ച് ഈ ഇൻഡസ്ട്രിയൽ സ്ഥാപനത്തിലേക്ക് വിളിച്ചു വരുത്തി. 24-ാം തീയതി വിളിച്ചു വരുത്തി വന്നു. അവർ വന്ന് സംസാരിച്ചു എന്ന് പറഞ്ഞു. ഇയാൾ അങ്ങോട്ട് വളരെ അതിനെ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ്. പിന്നെ നീ ഇല്ലാത്ത ഒരു ജീവിതം എനിക്ക് പറ്റുകയല്ല, ബുദ്ധിമുട്ടാണ്, നീ ഇല്ലാതെ എനിക്ക് മുമ്പോട്ട് പോകാൻ ഒക്കത്തില്ല. അപ്പോൾ ഈ പെണ്ണല്ലേ ഇതിൽ വീണു പോവും, ഈ പഞ്ചാര വാക്കുകളിൽ പലപ്പോഴും വീണു പോവും. അപ്പോൾ നീ ഇല്ലാതെ എനിക്ക് മുമ്പ് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ നിന്നെ എനിക്ക് വിവാഹം കഴിക്കാനും പറ്റുന്നില്ല, കാരണം എൻ്റെ ഭാര്യയും മക്കളും ഇങ്ങോട്ട് പോകും. അപ്പോൾ അത് എങ്ങനെ ആയിരിക്കും? മാത്രമല്ല അവരെ ഭാര്യയെ ഒഴിയാതെ എനിക്ക് കല്യാണം കഴിക്കാനും ഒക്കത്തില്ലല്ലോ, ബന്ധത്തിന് വിലയില്ലാതെ പോകും. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഒരു മാർഗ്ഗമേ ഉള്ളൂ, നമുക്ക് 2 പേർക്കും ഇനി മറ്റൊരു ലോകത്ത് വെച്ച് കണ്ടുമുട്ടാം, നമുക്ക് 2 പേർക്കും ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാം. ഈ പെൺബുദ്ധിയല്ലേ പലപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള വാക്കുകൾ വീണു പോകും. അപ്പോൾ ഇവൻ്റെ ഈ വാക്കുകൾ അങ്ങ് വിശ്വസിക്കുകയാണ് ഈ പെൺകുട്ടി. എന്നിട്ട് ഇവൻ അതിന് ഉറക്ക ഗുളികകൾ ഒരു ജ്യൂസിനകത്ത് കലക്കി കൊടുത്തു. അപ്പോൾ അത് വിശ്വസിക്കാൻ വേണ്ടി യവനും ഒരല്പം ഉറക്ക ഗുളിക അവനെ ചേർത്ത് എടുത്ത് വെള്ളത്തിലെടുത്തു. ഈ പെൺകുട്ടി അത് കുടിച്ചു മനസ്സോടുകൂടി. ഇത് ഇവൻ കഴിച്ചു. എന്നിട്ട് ഒറ്റ കയറ് കെട്ടിയിട്ട് അതിൽ 2 കുരുക്കുണ്ടാക്കുകയാണ് തൂങ്ങി മരിക്കാൻ. ഒറ്റ കയറിൽ തൂങ്ങി മരിക്കണമല്ലോ, ഇല്ലെങ്കിൽ കമിതാക്കളല്ലേ, ഇല്ലേ വലിയ ബുദ്ധിമുട്ടല്ലേ, ഉണ്ടാക്കി. അപ്പോൾ അതിന് ഒരു സ്റ്റൂളിൽ അതിൻ്റെ അടുത്ത് കയറി നിന്നിട്ട്
ഈ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു ഈ തല അത് കുരുക്കിടാൻ പറഞ്ഞു. ആ കുരുക്കി ഇടാൻ പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടി അത് അങ്ങോട്ട് അനുസരിക്കാൻ തയ്യാറായില്ല. അത് ഒരു പാതി മയക്കത്തിലാണ്. കാരണം ഉറക്കഗുളികയെല്ലാം കൂടെ കലക്കി കഴിച്ചേക്കല്ലേ. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ആയി കാണും. അരമണിക്കൂറൊക്കെ ആയി കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് കയറി പിടിക്കും. അപ്പോൾ ഒരു പാതി മയക്കത്തിലാണ്. അപ്പോൾ അത് സമ്മതിച്ചില്ല. അതിനെ അന്നേരം മർദ്ദിച്ചു, ഉപദ്രവിച്ചു. അതിനു മുമ്പ് ശാരീരികമായിട്ട് ഇവർ ബന്ധപ്പെടുകയൊക്കെ ചെയ്തതാണ്. ഇതും കഴിഞ്ഞതിന് ശേഷം ഇതിനെ അപ്പോൾ കുരുക്കിലോട്ട് തലയായി കഴിഞ്ഞുകൊണ്ട് ഈ കയറി നിന്ന സ്റ്റൂളുണ്ടല്ലോ അങ്ങ് തട്ടി മാറ്റി. യവൻ തലയിൽ കുരുക്കിടാനൊന്നും പോയില്ല. തട്ടി മാറ്റി അതിങ്ങനെ തൂങ്ങി മരിക്കുകയാണ്, കൊല്ലപ്പെടുകയാണ്, തൂക്കി കൊന്നു. അതാണ് സംഭവിച്ചേക്കുന്നത്. കുരുക്ക് മുറുകി അത് തൂങ്ങി മരിക്കുന്നു. അപ്പോൾ അതിൻ്റെ പാദമൊക്കെ നിലത്ത് മുട്ടുന്ന ഒരവസ്ഥയിലാണ്. പക്ഷേ എന്നാലും മരിച്ചു. ഈ ഡെഡ് ബോഡി ഉണ്ടല്ലോ, മരിച്ച ഈ ശരീരത്തിൽ ഇവൻ വീണ്ടും ലൈംഗിക വീഴ്ച നടത്തി. അതാണ് ഞാൻ പറഞ്ഞത്, ഇവനെ മാനസിക രോഗി എന്നൊന്നും പറയാൻ ഒക്കത്തില്ല. വളരെ വളരെ പീഡോഫൈലാണ്. അതായത് ഈ കുട്ടിയെ അവന് ഉപദ്രവിച്ചു ആദ്യം 16 വയസ്സിൽ. അപ്പോൾ ഒരു പീഡോഫൈൽ അതായി. പിന്നെ അത് മാത്രമല്ല, ഈ ശവശരീരത്തെ പ്രാപിക്കുന്ന മാനസിക നിലയുള്ള വൃത്തികെട്ടവന്മാരുണ്ട്. അതിൽ പെടുന്ന ഒരുത്തനാണിത്. ഇങ്ങനെ പണ്ടുണ്ടായ ഒരു സംഭവം എൻ്റെ ഓർമ്മ വരികയാണ്. ഒരു പെൺകുട്ടിയെ ഒരുത്തന് വളരെ ഇഷ്ടമാണ്. പക്ഷേ അത് കെട്ടിച്ചൊന്നും കൊടുക്കത്തില്ല. അവസാനം നിവൃത്തിയില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. ആ പെൺകുട്ടിക്ക് വലിയ താല്പര്യം ഇവൻ്റെ ഇവിടെ ഇല്ല. പക്ഷേ ഇവനങ്ങ് അഭിനിവേശമാണ്, കാണാൻ നല്ലതാണ്. അപ്പോൾ ആ പെൺകുട്ടി കൊല്ലപ്പെട്ടു. അതിനെ ഒരു ശവപ്പെട്ടിയിലായിട്ട് അതിനെ പള്ളിയിൽ അടക്കം ചെയ്തു. സെമിത്തേരിയിൽ അടക്കം ചെയ്തു. ഇവനെ അന്ന് രാത്രി പോയി ഇത് മാന്തി എടുത്തിട്ട് ആ മൃതശരീരത്തെ പ്രാപിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവന്മാരുണ്ട്. ഇവന്മാർ മാനസിക രോഗികളുമാണ് ഒരു പരുവത്തിൽ. അല്ലെ പീഡോഫൈൽ, അതേപോലെ തന്നെ നെക്രോഫൈൽ, ഇങ്ങനെയൊക്കെ ഉള്ളവന്മാരെന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ മാനസിക രോഗം കൂടെ ഉള്ളവന്മാരാണ്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ളത് ചെയ്യത്തില്ലല്ലോ, ഇങ്ങനെയുള്ള കാര്യം. പക്ഷെ ഇത് നോക്കിക്കോണം, ഇതിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഒന്നിച്ച് ആത്മഹത്യ ചെയ്യാം എന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് വിളിച്ച് അതിനെ വരുത്തി അതിന് സ്ലീപ്പിംഗ് പിൽസും കലക്കി കൊടുത്തു. ഒരേ കയറിൽ 2 കുരുക്കുണ്ടാക്കി അതിന് സ്റ്റൂളിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എമ്മിനും കഴുത്തി കുരുക്കുണ്ടാക്കാൻ ഒക്കെ ആണല്ലോ എന്നിട്ട് ആദ്യം അത് തയ്യാറാവാതിരുന്നപ്പോൾ അതിനെ മർദ്ദിച്ചെന്നുള്ളതാണ്. മർദ്ദിച്ച് അപ്പോൾ ആദ്യം മയക്കത്തിലല്ലേ, ഇതങ്ങ് തല കയറ്റി ഉടനെ ഇവൻ ചെയ്ത പണി എന്ന് പറഞ്ഞാൽ കുരുക്ക് റെഡിയായി കഴുത്തിലായി കഴിഞ്ഞപ്പോൾ ഇവൻ ആ സ്റ്റൂൾ തട്ടി നീക്കി അതിനെ തൂക്കിക്കൊന്നു. അതാണ് ഇതെന്ത് ചെയ്യും ഇങ്ങനെയുള്ള ഒരുത്തനെ? എന്നിട്ട് ഇതിനെ തൂക്കിക്കൊന്നു. അത് കഴിഞ്ഞ് അതിനെ പ്രാപിച്ചു വീണ്ടും ആ ശവശരീരത്തെ. എന്നിട്ട് ഇവൻ്റെ ഭാര്യയെ വിളിച്ചു വരുത്തി. ഇതാണ്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ തൂങ്ങി വയ്ക്കുന്നെന്നും പറഞ്ഞു. വന്നു വിളിച്ചു വരുത്തിയിട്ട് ആശുപത്രി കൊണ്ടുപോയി. പറഞ്ഞാൽ അങ്ങനെ അതിനെ ആശുപത്രി കൊണ്ടുപോയപ്പോൾ അവിടെ മരണം സ്വീകരിച്ചു. കാരണം അവിടെ മരിച്ചാൽ കൊണ്ടുവന്ന് ബ്രോഡ് ഡെഡ് ആയിട്ട് ആശുപത്രിയിലും കൊണ്ടുപോയി. എന്ത് ചെയ്യാൻ പറ്റും? ഇത് സിനിമാ കഥകളെപ്പോലും വെല്ലുന്ന ഒന്നല്ലേ, വലിയൊരു ക്രൈം ത്രില്ലറല്ലേ ഇത്. അപ്പോൾ ഇതുപോലൊക്കെ ഉള്ള സംഭവങ്ങൾ നമുക്ക് വല്ലപ്പോഴേ കാണാൻ കിട്ടുള്ളൂ. അങ്ങനെ ഒരെണ്ണമായിപ്പോയി ഇത് ദുര്യോഗം. അതായത് വഴിവിട്ട ബന്ധങ്ങൾ, പ്രത്യേകിച്ച് വിവാഹിതനും കുട്ടികളും ഒക്കെ ഉള്ള ഒരു പെൺകുട്ടി ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് തന്നെ വളരെ മോശമായൊരു കാര്യമാണ്. പക്ഷേ ഇത് 16 വയസ്സിലാണ് ആ കുട്ടിയെ ഈ രീതിയിൽ അത് തുടങ്ങുന്നത്. 16 വയസ്സ് മുതൽ നിരന്തരം അതിനെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വന്നപ്പോൾ പിന്നെ അതിന് തടസ്സമൊന്നുമില്ല, അതങ്ങ് പോയിക്കൊണ്ടിരുന്നു. അത് വിചാരിച്ചു അതിനെ വിവാഹം കഴിക്കുമെന്ന്. അവസാനം ഇവൻ കൈയൊഴിയും എന്നുള്ള പരുവമായപ്പോഴാണ് ഇവന് മറ്റ് ബന്ധങ്ങളുണ്ട് എന്നിത് തിരിച്ചറിഞ്ഞപ്പോൾ ഇത് വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതാണ് സംഭവം. അപ്പോൾ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. എന്തുമാത്രം വലിയ ദുരന്തങ്ങളിൽ ഇത് അവസാനിക്കും എന്ന് നോക്കണം. ഈ കയറിൽ അവസാനിച്ചുകൊണ്ടല്ലോ, ഈ കുട്ടിയെ തൂക്കിക്കൊന്നതാണ് അവൻ. അത്രയും വൃത്തികെട്ടവൻ. അത് കഴിഞ്ഞും അതിനെ ആ ശവശരീരത്തെ പ്രാപിക്കുന്ന ഒരു മനോവൈകല്യമുള്ള ഒരുത്തൻ. ഇവനെ എങ്ങനെ കാണണം? ഇവനെ ഇത്രയും വലിയൊരു ക്രിമിനലിനെ ഈ അടുത്ത കാലത്തെങ്ങും ഞാൻ കണ്ടിട്ടില്ല. ഈ ഓരോരുത്തരെ കൊലപ്പെടുത്തുന്ന നമ്മൾ കാണും, പക്ഷെ ഇങ്ങനെയല്ല. ഈ രീതി മനസ്സിലാക്കി അതിനെ റെഡിയാക്കി അതിനെ
കാരണം കൊലപാതകമാണ്, എന്നാൽ അത് ആത്മഹത്യയാവണം. അത് കണക്ക് കൂട്ടിയൊക്കെ ചെയ്താൽ, പക്ഷേ കണക്ക് തെറ്റിപ്പോയി. അങ്ങനെ വന്നേ. ഇവനെന്തായാലും ഇനി പുറംലോകം കാണാൻ ബുദ്ധിമുട്ടാണ്.